അൽത്തു കൊന്നാലേ ഒന്നും നോക്കത്തില്ല. എന്നാ നിനക്ക് ധൈര്യമുണ്ട്, നീ നോക്കണം. ഹലോ ഗായ്സ്, അപ്പോൾ ഇനി കല്യാണം വിളിക്കാൻ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അത്തച്ചിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള മുണ്ടക്കയത്തുള്ള ബിനു അങ്കിളുടെ വീട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ ആദ്യം പോയത്. അവിടുന്ന് കുറേ റംബുട്ടാനൊക്കെ കിട്ടി. അതൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ തൊടുപുഴയിലെത്തി. നീ വരത്തില്ലേടാ എന്നെ കല്യാണത്തിന്? വർത്താനം പറഞ്ഞു. ഞങ്ങൾക്കൊരു പേർഷ്യൻ കേറ്റ് ഉണ്ട്. തൊടുപുഴയിലെ ഷംസുമാമയുടെ വീട്ടിലും പോയിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ്, കാരണം ഞാൻ അല്ലസറി പഠിച്ച സമയത്തുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും ഞാൻ തൊടുപുഴയിൽ പോയി കണ്ട് വിളിച്ചു. അതിനുശേഷം നേരെ പെരുമ്പാവൂർ സിദ്ദീഖ് മാമയുടെ വീട്ടിലാണ് വന്നത്. അവിടെ വിളിച്ച് ഞങ്ങൾ അവിടെ സഫ റെസിഡൻസിയിൽ സ്റ്റേ അടിച്ചതിന് ശേഷം തിരിച്ച് പോകുന്ന വഴിയിൽ പുല്ലുവഴിയിൽ കാണുന്ന ഒരു സീനാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് കിലോമീറ്ററുകളോളം റബ്ബർ തടിയുടെ ലോഡ് വന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. എൻ്റെ അമ്മേ, ഇതുപോലെയാണ് നമ്മുടെ ലോഡും വന്ന് കിടക്കുന്നത് അത്തച്ചി നമ്മളോട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഒരു അത്തച്ചിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഒടക്കാലി ജലീൽ മാമയുടെ പ്ലൈവുഡ് ഫാക്ടറിയിലേക്കാണ് കേട്ടോ പോയത്. ഈ പ്ലൈവുഡ് ഫാക്ടറിയിൽ ശരിക്കും കുറേ സംഭവമുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ കല്യാണം വിളിക്കാൻ ആയതുകൊണ്ടും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും, ഈ റബ്ബർ തടി കൊണ്ടുവന്നത് പ്ലൈവുഡ് ആകുന്നത് വരെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി ഒരിക്കൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു വ്ളോഗായിട്ട് എടുക്കാൻ ഞാൻ മാമാട് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റബ്ബർ വന്നത് പ്ലൈവുഡ് ആവുന്ന ഒരു പ്രോസസ്സിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾ അവസാനം വന്നത് ഈ ലോങ് ആയിട്ടുള്ളതിൽ ഹരിയുടെ വീട്ടിൽ, അതായത് ആലപ്പുഴയും കൂടി പോകണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂർ നേരെ തണ്ണീർമുക്കം ബണ്ട് വഴി ആലപ്പുഴയിലേക്കാണ് കേട്ടോ വന്നത്. ദിവസത്തെ നീണ്ട കല്യാണം വിളികൾക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അടുത്തൊരു വ്ളോഗ് ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ.